പ്രിയമുള്ളവരെ, ഓസ്ട്രേലിയയിലെ അഡലെയ്ഡിലെ സീറോ മലബാർ വിശ്വാസി സമൂഹം ഈ വർഷത്തെ ദുഃഖവെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി നടത്തുന്നത് അഡലെയ്ഡിൻ്റെ സിറ്റിയുടെ ഹൃദയഭാഗത്തുകൂടെ തന്നെയാണ്. ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയ വിശ്വാസം പ്രഘോഷിക്കാനുള്ള അവസരമായി ഞങ്ങൾ ഇതിനെ കാണുന്നു. ഞങ്ങൾ ക്രിസ്തുവിൻ്റേതാണ്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളാണ്, പീഡാസഹനമാണ് നമ്മളെ രോഗത്തെ രക്ഷിച്ചത് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇതിലൂടെ നടത്തുന്നത്. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനു വേണ്ടി സഹിക്കാനുള്ള അനുഗ്രഹവും ലഭിച്ചവരാണ് നിങ്ങൾ. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ പങ്കുകാരാകുന്നു. അത് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ആ വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുകയാണ്. ലോകത്തിൻ്റെ മുഴുവൻ ഞങ്ങളുടെ എല്ലാവരുടെയും പാപത്തിന് പരിഹാരമായി ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പാതയിലൂടെ, കുരിശിൻ്റെ പാതയിലൂടെ ആത്മന ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർന്ന് ഈ കുരിശിൻ്റെ വഴി നടത്തുമ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, ക്രിസ്തുവിലുള്ള വിശ്വാസം, സധൈര്യം ലോകത്തോട് പ്രഘോഷിക്കാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. The third station, Jesus falls the first time. ഈശോമിശിഹായെ ഞങ്ങൾ കുമ്പിട്ട് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കൃഷ്ണനായ ലോകത്തെ രക്ഷിച്ചു. The road is full of stones. Those who go out weeping, bearing the seed for sowing, shall come home with shouts of joy, carrying their sheaves. My gracious Savior, who walks in sorrow, in the lonely moments of our suffering, may your mother's example be our comfort. Please help us to repent for what we have done. The sixth station, Veronica wipes the face of Jesus. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധൻ. Hallowed be thy name, thy kingdom come, thy will be done on earth as it is in heaven. Give us this day.
നമ്മെ ലോകത്തെ വീണ്ടും രക്ഷിച്ചിരുന്നു. Jesus becomes weak and falls for a second time. Blood pours from his wounds. His body aches immensely. I fell in the ditch. My soul has fallen in sorrow. Those around Jesus begin to rebuke and persecute him. Am I not to drink the cup that my Father has given me? He wishes nothing more than to fulfill the will of the Father. My Lord, you carried the sins of so many. I wish I could have helped you when you had fallen. Without you, I have no strength. There are times when I too fall to the ground and feel that I cannot get back up. Please lend your right hand and help me in those times. The words of the crucified Son on my heart. The eighth station. He feels dizzy. He shivers. My burdens are slowly growing. It feels just as പറഞ്ഞോ. One day, my service will also be complete. One day, I glorified you on earth by finishing the work that you gave me to do. Heaven, hallowed be thy name, thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses,
as we forgive those who trespass against us. And lead us not into temptation, but Mary, full of grace, the Lord is with thee. Amen. Bless us, O Lord. Holy Mother of God, imprint the holy wounds of the crucified Son on my ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തൻ്റെ പുത്രൻ പാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപസാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും തിരുരക്തത്തിൻ്റെ പാപമോചനവും നമുക്കെല്ലാവർക്കും നമ്മുടെ നാടിനും ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദുഃഖവെള്ളിയാഴ്ചത്തെ സന്ദേശം. People. But today, the procession that we had through the street and this gathering that we are having in the city center. He was beaten, abandoned, betrayed, crucified, put into shame. But then he was in control of the situation. പ്രിയമുള്ളവരെ, 3 ഇടവകകളിൽ നിന്ന് കൊണ്ടുവന്ന